പശ്ചിമബംഗാളിലാണ് ഇത്തവണ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത്. ബി ജെ പിയും തൃണമൂലും തമ്മിലുള്ള പോരാട്ടമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണ 18 സീറ്റ് ബി ജെ പി നേടി, 22 സീറ്റ് തൃണമൂൽ കോൺഗ്രസ് നേടി. എന്നാൽ ഇത്തവണ അവസാന സർവേകൾ വരുമ്പോൾ ബി ജെ പി തൃണമൂലിനെ മറികടന്ന് മുന്നേറുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ അതിലും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. തൃണമൂലിനായി മത്സരിക്കുന്നതിൽ 10 എംപിമാർ ബി ജെ പിയിലേക്ക് പോകാനായി കാത്തിരിക്കുന്നവരാണ് എന്നൊരു വലിയ വിവരം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പുറത്തു പറയുന്നു. ഒപ്പം തന്നെ അഭിഷേക് ബാനർജി പറയുന്നു, പാർട്ടികളെ തകർക്കുന്ന കളികളാണ് ബി ജെ പി നടത്തുന്നത്, അതിലവർ വിജയിക്കത്തില്ല എന്നുകൂടി പറയുന്നു. ഇവിടെ ഒരു വലിയ സംഭവം, ഒരുപക്ഷെ ഇത് പലരും കരുതുന്നൊരു കാര്യമുണ്ട്. ഈ 400+ എന്ന് അല്ലെങ്കിൽ 400 സീറ്റ് എന്ന് ബി ജെ പി പറയുന്നത് ഒരുപക്ഷെ 400 സീറ്റിലേക്ക് എത്തിയില്ല എങ്കിൽ അവർ ഭരണം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള പാർട്ടികളിലുള്ള എം പിമാരെ അടർത്തിയെടുത്തുകൊണ്ട് 400-ന് മുകളിലേക്ക് പോകാൻ ശ്രമം അവർ നടത്താനുള്ള സാധ്യതകളേറെയാണ്. ഏതായാലും പശ്ചിമ ബംഗാളിൽ മത്സരിക്കുന്നതിൽ 10 എംപിമാർ ബി ജെ പിയിലേക്ക് പോകും ക്യൂ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പരക്കെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ എംപിമാരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ബി ജെ പി വലിയ രീതിയിൽ മുന്നേറുകയും ചെയ്യും. ഏതായാലും വല്ലാത്തൊരു അവസ്ഥയിലാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.